നമസ്തേ. വീട്ടിൽ 2 മാസത്തോളമായിട്ട് 2 കൃഷ്ണന്മാരെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി തന്നാണ്, എൻ്റെ കസിൻ തന്നാണ്. ടൈൽസ് ഓഫ് അൽപ്പാന എന്ന് പറഞ്ഞൊരു പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്. അതിൽ കുറേ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേജ് ആട്ടോ. ഇതാണ് ഇത് ഞാൻ ഇടുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഈ കുറേ കാലങ്ങളായിട്ട് ഞാൻ അതിട്ട് ഇതെന്നാണ് കുറേ നല്ല നല്ല കളക്ഷൻസ് ആണ് ഇടുന്നത്. ഞാൻ ഇവരും വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് കൃഷ്ണൻ്റെ കാര്യങ്ങൾ. അപ്പോൾ 2 കൃഷ്ണന്മാർ കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ, അവിടെ ഇരിക്കുന്ന 2 കൃഷ്ണന്മാരെ കണ്ടോ. ഇവരെയാണ് വന്നിട്ട് കുറേ കാലം കണ്ടോ. അതിന് പാക്കറ്റിൽ നിന്ന് വെളിയിലെടുത്തതാട്ടോ പാക്കറ്റ് കാണുന്നത്. അപ്പോൾ ഇതിനാണ് ഞാൻ ചെയ്യാൻ വന്നത്. ഞാൻ ഇവിടെ എടുത്തിട്ട് വരാം, ഇത് കാണിച്ചു തരാം. ആ 2 കൃഷ്ണന്മാരെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇതിൽ കാണുന്നുണ്ടോ, കണ്ടോ ഇവിടെ കണ്ടോ, ഈ ഇതൊക്കെ കണ്ടോ ഡാമേജ് കണ്ടോ, അത് ക്ലിയർ ചെയ്യാം. പിന്നെ കണ്ടോ ഇതിൽ ഓർണമെന്റ്സ് ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ കണ്ടോ ഇവിടെ കണ്ടോ ഈ മാലയുടെ ഒന്നും ഇതില്ല, കാണുന്നില്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലാരിറ്റി ആക്കാനും ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. എൻ്റെ എന്തൊക്കെയാ പറഞ്ഞാൽ കാണിച്ചു കേട്ടോ. ഈ കാസ്റ്റ് പെയിൻറ്റിങ്ങിലേക്ക് കണ്ടോ, ഈ പെയിൻറ്റിങ്ങിൽ ക്ലിയർ ആവുണ്ടോ. ഈ പെയിൻറ്റിങ്ങിൽ ഇതിൽ നമുക്ക് എന്താണ് സിൽവറും വേണം. പിന്നെ അതേപോലെ ഈ മെറ്റാലിക് പേൾ കളറില്ലേ, പേളിൽ ഈ ഗോൾഡ് ഇത് വേണം കേട്ടോ. നമുക്ക് ഇത് രണ്ടെണ്ണം മിക്സ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഞാനിപ്പം ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കാണാം കേട്ടോ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൃഷ്ണനിലെ പൊടികളുകൊണ്ട് ഞാനൊരു തുണി വെച്ചിട്ട് നല്ലോണം തുണച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഉള്ളിൽ കുറേ ഡസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇത്ര മാസം ഇവിടെ ഉണ്ടായില്ലേ, ഇത്ര മാസം ഉണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. മീൻസ് സമയമുണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യാതിരുന്നു കേട്ടോ. അവരിപ്പൊന്നും ഇല്ല അങ്ങനെ. പക്ഷെ അവർ വന്നു പെട്ടെന്ന് പനിയപ്പോൾ അങ്ങനെ വേഗം വന്നിട്ടില്ലേ. ഇപ്പോൾ പറഞ്ഞു നാളെ, ഇന്ന് ശനിയാഴ്ച കേട്ടോ. ഇന്ന് ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. അപ്പം നാളെ സൺഡേ അല്ലേ, നാളെ അവർ ബാംഗ്ലൂരാട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടി നാളെ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ 2 കൃഷ്ണന്മാരെ സെറ്റാക്കി വെക്കണം. ഇതാണ് എൻ്റെ ടാസ്ക്. നമുക്ക് നോക്കാം. എനിക്കറിയില്ല ഇപ്പം സമയം ഇത്ര ഏറിയോ, ഇപ്പം സമയം നോക്കാനുള്ള സാമഗ്രികൾ പിടിക്കില്ല, വാച്ചൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഇപ്പം സമയം ഒരു മിനിറ്റ് നോക്കില്ല, 8:25 ആവാനായിട്ടാ. രാത്രിയാണ്, 8:25 ആവാനായി. ഇനി നമുക്ക് നോക്കാം. നമുക്കിനി ചെയ്യാൻ എന്താ അറിയുള്ളത്, ഈ സിൽവർ കണ്ടോ, ഇവിടെ പെയിന്റ് ഉണ്ടോ, ഒരു എക്സ്ട്രാ ഈ സിൽവർ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉഷാറാക്കാം, അത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് സിൽവറിന് വേണ്ടിയിട്ട് ഞാൻ ഈ പെയിന്റ് എടുക്കണം കേട്ടോ. നമ്മുടെ ഇതാണ് ഇത് കേട്ടോ. വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ആവുമെന്ന് എനിക്ക് അറിയില്ല. ഗ്രേ 373 ഗ്രേ കണ്ടോ, ഇതാണ് ഞാൻ എടുക്കുന്നത്. ഈ ഗ്രേയും സെയിം ആണോ നോക്കാൻ വേണ്ടി നമുക്കൊന്ന് ടെസ്റ്റ് ഓഫ് സെറ്റ് നോക്കാം. നമുക്ക് അതിനായിട്ട് ഞാൻ ഒരു പോയിന്റ് ബ്രഷ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണ് കേട്ടോ, ഒരുവിധം കുഴപ്പമില്ല, സെറ്റാണ്. ഈ വിഗ്രഹം ഞാൻ വാങ്ങിച്ചാട്ടോ, അവർ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അവർ കണ്ടില്ല, ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വിഗ്രഹത്തിന്റെ. എത്ര ഹൈറ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ഈ കളർ ഫോട്ടോയിൽ കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ വീഡിയോ ഫോട്ടോൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ പെയിന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ ഫ്രണ്ടിന് ഈ കളർ തന്നെ മതി എന്നാണ് പറഞ്ഞേട്ടോ. അപ്പോൾ അങ്ങനെ ആ രീതിയിലായിരുന്നു. പിന്നെ അവരിവിടെ വന്ന് കൃഷ്ണനെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മതി, ഇതിൽ കുറച്ച് പോളിഷ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇതിലുള്ള വർക്ക് പ്രശ്നങ്ങളൊക്കെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞോട്ടാ. അപ്പോൾ അത് മാത്രമായിട്ടാണ് ഇപ്പോൾ ഞാൻ റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരുടെ കണ്ണ് കാര്യങ്ങളൊന്നും ശരിയാതിരിക്കുന്നുണ്ടല്ലോ, അതും ഒന്ന് നീറ്റാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൃഷ്ണൻ ഓൾമോസ്റ്റ് ഇവിടെ മാത്രം ഉണ്ടായിരുന്നുള്ള പ്രശ്നം ഞാൻ നോക്കിയപ്പോൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് സൂക്ഷ്മമായി ഞാൻ നിരീക്ഷിക്കട്ടെ.
എനിക്ക് കുറേ ഡീറ്റെയിലിംഗ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ആയതുകൊണ്ട് കളറാകുമ്പോൾ ഇവിടെ പാൻറ് കൃഷ്ണൻ്റെ ആ ഒരു കാൽഭാഗം വരയ്ക്കാം. ഇതൊക്കെ ഇങ്ങനെ എനിക്ക് കാണുമ്പോൾ എനിക്ക് അത്രയും വർക്ക് ചെയ്യണം തോന്നുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് ചെയ്യാൻ ഇല്ലടാൻ വരും. നമുക്കിനി അടുത്ത കളറിക്ക് നോക്കാം കേട്ടോ. ഓർണമെൻറ്റ്സ് ചെയ്യാം. ഓർണമെൻറ്റ്സ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച കളറ് ഇതാണോ, ഇതും ഈ ഗോൾഡും ഈ ബ്രൗൺ നന്നായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. മെറ്റാലിക് കളേഴ്സ്. പിന്നെയുള്ളത് ഇല്ല, നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് ഏതാ ഭംഗി വരാൻ നോക്കാം. ഞാൻ അങ്ങനെയാണ് കൃഷ്ണൻ്റെ ചെയ്തത്. ഇവിടെ ശിവൻ വിഷുവിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നില്ലേ, അപ്പം ചെയ്തത് ഞാൻ അങ്ങനെയായിരുന്നു. ട്രൈ ചെയ്ത് ഇങ്ങനെ നമ്മൾ നോക്കുമല്ലോ, അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. വൈറ്റ് അടിച്ചിട്ട് തന്നെ വേണം ചെയ്യാനാണ് താല്പര്യം. ബേസ് വൈറ്റ് കോട്ട് കൊടുത്തിട്ട് അപ്പോൾ കുറച്ചും കൂടി കളർ എൻഹാൻസ് ചെയ്ത് നിൽക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ വൈറ്റ് കൊടുത്ത് ചെയ്യാനുള്ള ടൈമില്ല. എന്ത് പ്രശ്നം? കമ്മലിൻ്റെ ഡിസൈനൊന്നും ക്ലിയർ ആയിരുന്നില്ല. ഞാൻ പിന്നെ മെറ്റൽ വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് സെറ്റാവാത്തതുകൊണ്ട് ഞാനെന്ത് കോപ്പർ വെച്ചിട്ട് തന്നെ വീണ്ടും സിൽവർ വെച്ചിട്ട് തന്നെ വീണ്ടും ഞാൻ അതിനെ പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു ഡിസൈൻ കൊണ്ടുവന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് സൈഡ് ഞാൻ സിൽവർ വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് എൻ്റെ ഡിസൈൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ മാലയിൽ ഡിസൈൻ അതിൽ ക്ലിയർ ഇല്ലല്ലോ. അപ്പോൾ അവിടെ ക്ലിയർ ഇല്ല പറഞ്ഞാൽ അത് അവിടെ ഡിസൈനേ ഇല്ല. അപ്പോൾ അവിടെയും ഞാൻ ഈ സിൽവർ വെച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റേതായ ഡിസൈൻ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അതിന് കൂടുതൽ ക്ലാരിറ്റി ഗോൾഡ് വെച്ചിട്ട് തന്നെ ചെയ്യാതെ തന്നെ സിൽവറിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഗോൾഡ് അടിക്കാം എന്നുള്ള രീതിയിലൊക്കെ വെക്കുക കേട്ടോ. അതുപോലെ ഒരു പാൽച്ചരം ഡീറ്റെയിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ ഞാൻ സിൽവർ ചെയ്തിട്ട് പിന്നെ ഡിസൈൻ കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത് വെക്കുകയാണ്. ഓർണമെൻറ്റ്സിൽ കൊടുത്ത പെയിൻറ്റ് ഉണങ്ങാനുള്ള ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കൃഷ്ണനെ എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, കാരണം സമയമില്ലല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൃഷ്ണനിലാണെങ്കിൽ കുറേ പൊടി ഉണ്ടായിരുന്നു, എത്ര ക്ലീൻ ആക്കിയാലും പോകുന്നുണ്ടായിരുന്നില്ല പറഞ്ഞാൽ അത്രയും ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇതും അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനില്ലേ ഈ ഒരു പൊസിഷനിലുള്ള കൃഷ്ണനെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയൊരു കുട്ടീനെ റെഡിയാക്കില്ലേ, ആ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ മുഖത്ത് കൺമശി പൊട്ടൊക്കെ എഴുതാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുട്ടിയെ മടിക്കെടുത്തിട്ട് ചെയ്യില്ലേ, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉണങ്ങി ആദ്യത്തെ കൃഷ്ണനിൽ നമ്മൾ ഓർണമെൻറ്റ്സ് കൊടുത്തില്ലേ, അത് ഉണങ്ങി അതിൽ ഗോൾഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി ഡിസൈൻസ് കൊടുക്കുകയാണ്. എനിക്കില്ലേ മടി വെച്ച് ചെയ്തപ്പോൾ ആ കുട്ടിയെ റെഡിയാക്കുന്ന ഫീല് വന്നില്ലേ, അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ അതേ രീതിയിൽ തന്നെ കേട്ടോ ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഇരുന്ന് ആ മനസ്സിൽ ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരാനുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കൊടുക്കാൻ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാനൊക്കെ തോന്നിക്കൊണ്ടിരുന്നു. അതിൽ ഓരോ പ്രോസസ്സും ഉണ്ടല്ലോ, പെയിൻ്റ് അടിക്കുന്ന ഓരോ ഇതും എനിക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ഡീറ്റെയിലിങ് കൊടുക്കുന്നതാണെങ്കിലും ഓരോന്നും എൻജോയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ പീക്ക് ലെവലാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയായിരുന്നു എനിക്ക് ആ ടൈമിലുണ്ടായത്.
ഞാനിങ്ങനെ പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്ത് മാമിൻ്റെ കുട്ടികളെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരുമായിരുന്നു കേട്ടോ. അവർ പിടിച്ച് മടിക്കിടത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഇല്ലേ, ഈ കണ്ണെഴുതി കൊടുക്കലും പൊട്ടേക്കലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതായിരുന്നു എൻ്റെ മൈൻഡിൽ മൊത്തം ഓടിക്കൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചെയ്ത് ഡീറ്റെയിലിങ് കൊടുത്തോണ്ടേ ഇരിക്കാൻ തോന്നുന്നു. നോക്കി ഇപ്പോൾ ഇതുവരെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ ഇത് കണ്ടോ, ഇതുവരെ ചെയ്ത് ഓക്കെ, ഇത്രയാണ് ചെയ്ത്. ഇതിൽ ജസ്റ്റ് ഓർണമെൻറ്റ്സ് മാത്രം റേറ്റ് ചെയ്താൽ മതി വന്നു. പക്ഷേ ഞാൻ കിളിയിലൊക്കെ തൊട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയും ഡീറ്റെയിലിങ് കൊടുത്തോണ്ടേ ഇരിക്കാൻ നിറയെ തോന്നും ഡീറ്റെയിലിങ് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഡീറ്റെയിലിങ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ തരാമെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി വിളിച്ചിട്ട് ഒന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ചേച്ചി ഡീറ്റെയിലിങ് ഇടയിൽ കറണ്ടൊക്കെ പോയി, അപ്പോൾ കുറച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതുവരെയാണ് ഇപ്പോൾ എത്തിയത്. കാരണം മൈൻഡിലേക്ക് എനിക്ക് ഇനിയും ഡീറ്റെയിലായിട്ട് എടുക്കണോ മൈൻഡിൽ, കാരണം ആ ഓർണമെൻറ്റ്സൊക്കെ എനിക്ക് ഡീറ്റെയിൽ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്തിട്ട് മെല്ലെ കൊടുക്കാം. ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ശരി ഓക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇനി കൊടുക്കാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.